ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചിരിക്കുന്നത് ചെന്നൈയിലാണ്. അപ്പോൾ എന്താ പറയുക, ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫുള്ള് ഊബർ ടാക്സികളാണ് ഉണ്ടോ, ലോഡ് ടാക്സികൾ എടുക്കുന്നുണ്ട്, ഊബറിൻ്റെ വണ്ടികൾ. അപ്പോൾ ഇതെന്താ സംഭവം വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കുറേ ആൾക്കാർ ജോലി ഇല്ലാത്തവർ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ ബിസിനസ് ചെയ്യുന്ന ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. അതല്ലെങ്കിൽ ജോലി ഇല്ലാണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലേ, ഇപ്പോൾ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ചെന്നൈയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓടി പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇവിടുത്തെ ഈ വണ്ടി ഓടുന്ന സ്റ്റാഫിനോടൊക്കെ നമ്മളിപ്പോൾ ഇത് എൻക്വയറി ചെയ്തപ്പോൾ അവർ പറഞ്ഞെന്തറിയോ, ഏകദേശം നല്ലൊരു എമൗണ്ടിന് അവർ വണ്ടി ഓടുന്നുണ്ട്. കണ്ട ഇഷ്ടംപോലെ വണ്ടികൾ, നമ്മൾ ഇഷ്ടംപോലെ മലയാളീസും ഇവിടെ വണ്ടി ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇവർ പറഞ്ഞ വെച്ചാൽ ഏകദേശം ഒരു 2000 രൂപ 2500 രൂപ ഒക്കെ ദിവസം ഓടുന്നുണ്ടെന്ന്, വണ്ടി ഓടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ റെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് CNG അതിൻ്റെ ഇന്ധനം അതേപോലെ തന്നെ റെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഓടി ഉണ്ടാക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം മലയാളീസ് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ള ഡ്രൈവേഴ്സ്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ലൈസൻസ് ഉള്ള ആൾക്കാരാണ്, അപ്പോൾ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ട് ഇപ്പോൾ ഇവർ അക്കോമഡേഷനൊക്കെ കൊടുക്കും, മനസ്സിലായോ? അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ ഇവർ ഇവിടെ കൊടുക്കും. വണ്ടി റെൻറ്റ് ബേസിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ, റെൻറ്റായിട്ടാണ് ഇവിടെ വണ്ടി കൊടുക്കുക. ഒരു ദിവസം 1000 റുപ്യ, പിന്നെ ഓടുന്നതിനനുസരിച്ചിട്ടൊക്കെയാണ് ഇവിടെ റെൻറ്റ്, മനസ്സിലായോ? അപ്പോൾ ഇത്ര ഓട്ടം ട്രിപ്പ് ഒരു ദിവസം ഓടിക്കഴിഞ്ഞാൽ ഇത്ര റെൻറ്റ് കൊടുത്താൽ മതി, അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവത്തിലാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ഈ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡ്രൈവർ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ചെന്നൈയിൽ നമുക്കറിയാം ഊബർ ഏറ്റവും സൂപ്പറായിട്ട് ഊബർ വർക്കൗട്ട് ചെയ്യണം, ഊബർ ടാക്സി വർക്കൗട്ട് ചെയ്യുന്ന സിറ്റികളിൽ ഏറ്റവും നമ്പർ 1 ചെന്നൈയാണ്, മനസ്സിലായോ? അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെ വണ്ടി ഓടിക്കാനുള്ള ആഗ്രഹമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു ജോലി ചെയ്യാൻ ആൾക്കാരില്ല, ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണ്, ഡ്രൈവറാണ്, ലൈസൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ ചെന്നൈയിലൊക്കെ വന്നിട്ട് ഇതുപോലത്തെ വണ്ടികളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വണ്ടികൾ എടുത്തിട്ട് നിങ്ങൾക്ക് ഓടാൻ പറ്റും, നല്ല രീതിയിൽ ഓട്ടം കിട്ടണമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഇവിടെ എടുക്കുന്ന ഈ യാർഡിൽ വണ്ടികൾ എടുക്കുന്ന ചെന്നൈയിൽ തന്നെ പല ആളുകളോടും ഞാൻ വണ്ടി ഇതൊക്കെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് നല്ല രീതിയിൽ ഓടുന്നുണ്ട്. അത്യാവശ്യം ചിലർ 1500 രൂപ ഓടും, അത് ഓരോരുത്തരെ ഇതിനനുസരിച്ചിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ചിലർ ഫുൾ ഡേ ഓടും, ചിലർ കുറച്ച് നേരം ഓടും, താല്പര്യമുള്ള സമയങ്ങളിൽ ഓടും. അപ്പോൾ നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നോ, എന്തും അങ്ങനെയുള്ള ജോലിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കണോ അപ്പോൾ അത്രത്തോളം അതിന് ബെനിഫിറ്റ് കൂടുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കുറേ ടൈം ഓടാൻ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു. ഇവിടെ ഫുൾ വണ്ടികൾ, ഇതൊന്നല്ല കേട്ടോ വണ്ടികൾ, ഇവിടെ ഇഷ്ടംപോലെ വേറെ വണ്ടികളുണ്ട്. ഇത് ഈ ഗ്രൗണ്ട് മൊത്തം വണ്ടികൾ കിടക്കുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ഞാൻ ഇന്നലെ വന്നപ്പോൾ നല്ല ഫുൾ വണ്ടിയായിരുന്നു. ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റില്ല, അത് നൈറ്റ് ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇങ്ങനെ വണ്ടി ഓടിച്ച് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റിയൊരു മാർഗ്ഗമാണ്. അപ്പോൾ നോക്കുക, ചെറിയ രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി കാര്യങ്ങളൊക്കെ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ ഒരു സാധനം ഒന്ന് പരീക്ഷ നോക്കുക, കിട്ടില്ല സംഭവമാണ്. പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ബിസിനസ് മൂഡുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതും ഇവിടെ വർക്കൗട്ട് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വണ്ടികൾ എടുത്തിട്ട് ഒരു 5 വണ്ടിയോ 10 വണ്ടിയൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് അത് റെൻറ്റ് ബേസിൽ ഊബറിൽ രജിസ്റ്റർ ചെയ്തിട്ട് റെൻറ്റ് ബേസിൽ നിങ്ങൾക്ക്
ഈ ഇവിടെ ഓടിക്കാൻ കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിലും അത് സൂപ്പർ പരിപാടിയാണ്. അങ്ങനെ കുറേ ആളുകൾ ഇവിടെ ചെയ്യുന്നുണ്ട്, നമ്മളെ കൂട്ടുകാരനൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ അവരൊക്കെ ഈ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന യാർഡിൽ ഏകദേശമൊക്കെ തോന്നുന്നു 10-400 വണ്ടി ഉണ്ടെന്നാണ് പറഞ്ഞത് ഈ കമ്പനിയിൽ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ 10-20 വണ്ടിയും 50 വണ്ടിയും 100 വണ്ടിയൊക്കെ ഉള്ള ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ റെൻറ്റ് ബേസിൽ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ബിസിനസ് മൂഡുള്ള ആൾക്കാരാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇപ്പോൾ കുറച്ച് വണ്ടികളൊക്കെ എടുത്ത് വന്നിട്ട് ഇവിടെ ഓടിക്കാൻ കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുവരുന്നല്ല, നമുക്ക് ഊബർ എവിടെ വേണം രജിസ്റ്റർ ചെയ്ത് ഓടാം. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെന്നൈയിൽ നല്ല മാർക്കറ്റും അല്ലെങ്കിൽ നല്ല ഓട്ടം കിട്ടുന്ന സ്ഥലമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഊബറിനെ കുറിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ബിസിനസ് മൂഡുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യാനും കഴിയും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ജോലി ചെയ്യാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും നടക്കും. അപ്പോൾ ഏത് വേണമെങ്കിലും നടക്കും, എല്ലാത്തിനും സംഭവം സെറ്റാണ്. ഓക്കെ, നല്ലൊരു സംഭവമായിട്ട് തോന്നി എനിക്ക്. ഇവരെ നമ്പർ ടോൾ ഫ്രീ നമ്പറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കൊടുക്കാം. നിങ്ങൾ വേണമെന്നെങ്കിൽ കോൺടാക്റ്റ് ചെയ്ത് നോക്കൂ. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ താഴത്ത് മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ സ്ക്രീനിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നമ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് അവരായിട്ട് എൻക്വയറി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ.